മന്ത്രി ബിന്ദു കൃഷ്ണ നമുക്കിപ്പോൾ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, അതായത് നിലവിലിപ്പോൾ അറിയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഞെട്ടിക്കുന്നതാണ്. ആ കുഞ്ഞിന്റെ മുഖം നമ്മുടെ ഒന്നും ഉള്ളിൽ നിന്ന് പോകുന്നതല്ല. അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ ഈ കൊടിയ പീഡനത്തിനിരയായിട്ടുണ്ട്. ആമിന മാസങ്ങളോളം അബോധാവസ്ഥയിൽ കിടന്നു. പോലീസിൽ കേസ് കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായില്ല എന്നുൾപ്പെടെ ആമിനയുടെ ഉമ്മ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. അതെ, തീർച്ചയായും ഞാനിന്ന് അവരെ പോയി കണ്ടിരുന്നു. ആമിനയെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്നതായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഉണ്ടായിട്ട് അത് നിയമ നടപടികൾ നടക്കാതെ പോകുന്നു എന്നത് ആശ്ചര്യജനകമാണ്. ഈ ആമിനയുടെ കുടുംബം, ആമിനയുടെ വാപ്പ ഒരു ദിവസം കാണാൻ ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ കുഞ്ഞിനെയാണ് കണ്ടത്. അതിനെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പോലീസിന് പരാതി കൊടുത്തു. ആദ്യം പാലോട് പോലീസിന് പരാതി കൊടുത്തപ്പോൾ അവരുടെ ജൂറിസ്ഡിക്ഷൻ അല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ കുടുംബം പരാതി കൊടുത്തു. പോലീസ് ഒരു നടപടിയും എടുത്തില്ല എന്നാണ് കുടുംബം ഇന്ന് പറഞ്ഞത്. പല തവണ ആവർത്തിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ സമഗ്രമായി അന്വേഷിക്കും. ഏത് നിലവിലിപ്പോൾ ഒരു കുറ്റം മാത്രമല്ല, പല കുറ്റങ്ങൾ ഇയാൾക്ക് മേൽ വരികയാണല്ലോ. എങ്ങനെയായിരിക്കും ഇതിൽ പെട്ടെന്ന് തന്നെ ഒരു നടപടിയിലേക്ക് കടക്കുമോ? കുഞ്ഞിന്റെ കുടുംബങ്ങളിലെല്ലാം ഞാൻ തിരികെ വരുന്ന സമയമാണ്. ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും ഈ കുറ്റവാളികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം വളരെ ശ്രദ്ധപ്പെടുത്തിയിട്ട് കാര്യക്ഷമ ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഈ ആമിനയായിട്ടുണ്ടായ ക്രൂരതയിൽ നടപടി എടുത്തിരുന്നുവെങ്കിൽ അഷ്കർ എന്ന കുറ്റവാളിയെ അന്നേ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ വെറുതെ ആഗ്രഹിച്ചു പോവുക, അപ്പോൾ ഇന്നുമ്പോൾ നമ്മളൊപ്പം ജീവിക്കുമായിരുന്നു. ഇത്രയും ക്രൂരകൃത്യം കാണിച്ച ക്രൂരന് ഹാബിച്വൽ ഒഫൻഡർ എന്ന് തോന്നിപ്പിക്കുന്ന ആ കാര്യങ്ങളാണല്ലോ പുറത്തു വരുന്നത്. ഈ പുറത്തു വന്ന കാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുന്നത് അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നത് തന്നെയാണ്. അങ്ങനൊരു കുറ്റവാളിയെ തിരിച്ചറിയാതെ പോയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ കാര്യത്തെ സമഗ്രമായ അന്വേഷണം മാത്രമല്ല, ആമിനയുടെ കുടുംബം ആമിനയുടെ സഹോദരന്റെ മരണത്തിലടക്കം സംശയം പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായി ഗവൺമെന്റ് അന്വേഷിച്ച് ഉചിതമായ നടപടി. ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, ഈ കേസിലെ കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാൻ കൃത്യമായ പഴുതുകൾ അടച്ച് അന്വേഷണവും നിയമ നടപടികളും ഉണ്ടാകും. മിനിസ്റ്റർ, ഒറ്റ കാര്യം കൂടി, അതായത് നമ്മൾ നിയമ നടപടിയിലേക്കൊക്കെ പോകുന്നു, അതിനപ്പുറത്തേക്ക് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ തന്നെ ചുറ്റുമുള്ള ആളുകൾ പോലും ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതോ ഒന്നും തന്നെ അതിൽ ഇടപെടാൻ തയ്യാറാകാത്തൊരു സാഹചര്യം, അങ്ങനത്തെ ഒരു മനസ്ഥിതിയിലേക്ക് സമൂഹം മാറുന്നൊരവസ്ഥയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടകങ്ങളിലാണ് അവർ ഉപദ്രവിക്കപ്പെടുന്നത്, പുറത്തല്ല. അതിലൊക്കെ എങ്ങനെ നമുക്കൊരു ഇടപെടൽ നടത്താനാകും? തീർച്ചയായും ഒരു കാലത്ത് കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു അയൽപക്കങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും തമ്മിലുള്ള അടുപ്പങ്ങൾ. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും അവനവനിലേക്ക് ചുരുങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ വിവിധങ്ങളായ സംവിധാനങ്ങൾ, പദ്ധതികൾ, പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ കേസിൽ തന്നെയാണെങ്കിൽ ആ കുഞ്ഞിനെ ടെറസിന്റെ സൺഷെയ്ഡിൽ 1 1.5 ഇടയ്ക്ക് വയസ്സുള്ള കുഞ്ഞിനെ സൺഷെയ്ഡിൽ എടുത്തു നിർത്തിയിട്ട് ഈ ക്രൂരനായ പ്രതി പുറത്തു പോകുമായിരുന്നു അത്രേ. എന്നിട്ടും അയൽക്കാരോ നാട്ടുകാരോ കണ്ടില്ലെന്ന് പറയുന്നതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാവും? നമ്മുടെ ആരുടെ കൈകൾ, ലോകത്തൊരു കുഞ്ഞ് ആരുടെ കൈകളിലാണോ ഏറ്റവും സുരക്ഷിതമായിരിക്കുമെന്ന് നമ്മൾ കരുതുന്നത് പ്രകൃതിയുടെ നിയമം എന്നതുപോലെ, പക്ഷെ അവരാണ് ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ആക്രമണകാരികളായി മാറുന്നു എന്നുള്ളത് പല കേസ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും കേരളം വേദനിച്ചതുമാണ് ഇടുക്കിയിലെ ഷെഫീഖ് എന്ന മോന്റെ പരിക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ തുടർന്ന് ഈ 4 മാസം മുമ്പ് നെയ്യാറ്റിൻകരയിൽ ഒരു കുട്ടിയുടെ കാര്യം നമ്മൾ കണ്ടു. എന്ന തരക്ക് എത്രയെത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്തായാലും വനിതാ ശിശുക്ഷേമ വകുപ്പ് ഒന്നുകൂടി ഈ ഇഞ്ചുമോൻ കുഞ്ഞിന്റെ മരണം കൂടി വന്ന പശ്ചാത്തലത്തിൽ ഗൗരവമായ ഈ കാര്യത്തിൽ സാമൂഹികമായ ഇടപെടൽ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് നിയമം നടപ്പിലാക്കും. ഒരുപാട് നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. അതായത് ആളുകളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കൂടി വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം മിനിസ്റ്റർ പറയുകയാണ്. അത് ഇപ്പോഴുണ്ടാകുന്ന ഈ കേസിലെ നിയമ നടപടികൾക്കപ്പുറത്തേക്ക് സമൂഹത്തിലുണ്ടാകുന്ന ഈ തരത്തിലുള്ള മാറ്റങ്ങൾ അത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ്. അത് പലതരത്തിലുള്ള വിപത്തുകൾ സൃഷ്ടിക്കുന്നതാണ്. അതിലൊക്കെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നു.